ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും. പുട്ടും കടലയും ഉണ്ടാക്കാനറിയാത്ത മലയാളികളില്ല എന്ന് തന്നെ പറയാം. എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണിക്കാം വീഡിയോയിലൂടെ. അതേപോലെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് നമുക്ക് ഷെയർ ചെയ്ത് അതുപോലെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. കടല ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മലയാളി വീട്ടമ്മമാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. തലേന്ന് മുതലേ തുടങ്ങുമല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് ഈ കാണുന്നത്. കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പം ഇത് കടലക്കറിയുടെ കാര്യം. പിന്നെ അരി ഞാൻ എടുക്കുന്നത് സാധാരണ പച്ചരിയുടെ പൊടിയല്ല, നമ്മൾ ചോറ് വെക്കുന്ന പുഴുങ്ങലരി എന്ന് പറയുമല്ലോ. പുഴുങ്ങലരി ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ അതൊരു പാത്രത്തിലാക്കി കഴുകിയിട്ട് ഞാൻ ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറിപ്പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഊറിപ്പോയതിന് ശേഷം, നന്നായിട്ട് വെള്ളം ഊറിപ്പോയതിന് ശേഷം അങ്ങനെ തന്നെ ആ വെള്ളം ഊറിപ്പോയി കഴിഞ്ഞാൽ ആ പുഴുങ്ങലരി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ വെള്ളം ഊറിപ്പോയ ആ അരി ഇപ്പം തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ട് പൊടിക്കുന്നില്ല, ഒരു കുറച്ച് തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ പുട്ട് ചുടാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കാണിക്കാം. നമ്മൾ കടല കഴുകി വാരി കുക്കറിലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ച ഈ കടലയിലേക്ക് ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചത്, ഇഞ്ചി അതിലേക്ക് ഇട്ടു. ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ടു. പിന്നെ ഇടാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ ഇത് തോല് കളയാനുള്ള കുറച്ച് എളുപ്പത്തിന് വേണ്ടി പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തോല് കളഞ്ഞിട്ട് അത് പിന്നീട് ആഡ് ചെയ്യാണ് ചെയ്യുക. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇനി അതിലേക്ക് വെള്ളം കൂടി ആഡ് കഴിഞ്ഞാൽ നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതൊരു 2 വിസിൽ അടിച്ചാൽ നന്നായിട്ട് വെന്ത് വരും. അപ്പം നമ്മൾ കുക്കർ അടയ്ക്കുന്നു, അടുപ്പത്തേക്ക് വെക്കുന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം തോല് പൊളിക്കാം. അപ്പം ഇതാണ് വെള്ളത്തിലിട്ട അരി. പുഴുങ്ങലരിയാണ്, ചോറ് വെക്കുന്ന അരി. അത് മിക്സിയിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ അരി പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ നൈസായ പൊടി ആവേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പോടെ പൊടിച്ചെടുത്തു. അതുപോലെ നമുക്ക് ബാക്കിയുള്ള അരിയും പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ ചുട്ടാൽ മതി. ഈ പൊടി അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ നനവ് നഷ്ടപ്പെടും. അപ്പോൾ നന്നായി ഇളക്കിയിട്ടിന് പുട്ട് ചുടുന്നത് കാണാം. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെയുള്ള ഇതിൽ അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തേങ്ങ കുറ്റിയിലേക്കിടുക. അതിനു മുമ്പ് ആദ്യം അതിൻ്റെ ചില്ലിടണം, അത് മറന്നു പോകരുത്. ചില്ലിടുക. ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിടുക കേട്ടോ. കൈ കൊണ്ടൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കാണുമ്പോഴൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടും. കുറച്ചിടുക. പുട്ട് ഇടാൻ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിനെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും ഒരു വീഡിയോ അല്ലേ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാം. ന്യൂജൻ ആൾക്കാരോ മറ്റുണ്ടെന്ന് വെച്ചോ, ആരെങ്കിലും കുട്ടികൾ പുട്ട് ചുടാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പുട്ടിന് പീര പോലെയെന്ന് പറയില്ല, അതുപോലെ ഇങ്ങനെ തേങ്ങ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നല്ലോണം തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ ഇവിടെ കുറച്ച് തേങ്ങയ്ക്ക് ക്ഷാമമായതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങയെ ചേർക്കുന്നുള്ളൂ. ഇതിങ്ങനെ ആയതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ മൂടി എടുത്തിട്ട്
ഇങ്ങനെ അടച്ചു വെക്കും. അതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു പാത്രമല്ല, ഇതിൻ്റെ പാത്രം തന്നെ കേട്ടോ, പുട്ടിൻ്റെ പാത്രം തന്നെ. ഈ മൂടി ഇങ്ങനെ വെക്കുക, തീ കത്തിക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പിന്നെ കാണാം. അപ്പോൾ നമ്മളുടെ കടല വെന്തിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ കടലയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് പീസുകളായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒരു വിസിലും കൂടി അടുപ്പിക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് വേവുന്ന ഉരുളക്കിഴങ്ങാണെങ്കിൽ പിന്നെ വിസിലടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ അങ്ങ് ചേർന്ന് പോകുന്നതാണെങ്കിൽ. പക്ഷേ ഇത് കുറച്ച് വേവ് കുറവുള്ള ഇതായതുകൊണ്ട് ഞാനതൊന്നും കൂടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും വേവിക്കാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയുടെ അളവൊക്കെ നമ്മളുടെ കണക്കാണ് കേട്ടോ. നമുക്കെന്താണ് പാകം എന്ന് തോന്നുന്നു വെച്ചാൽ അതാണ് എൻ്റെ അളവ്. പിന്നെ മുളക് പൊടി നമ്മൾ ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പം മുളക് പൊടി ഇവിടെ എല്ലാവർക്കും വലിയ എരിവ് വേണ്ട, അതുകൊണ്ട് അതിനനുസരിച്ച് ഇത് ചേർത്തിട്ട് നമ്മളൊരു കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുത്താൽ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ, ജീരകം ഇത് അരച്ച് കലക്കാനുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് വറവിടാനുണ്ട്, ഉള്ളി വറവിടാനുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കഷ്ണങ്ങൾ ഞാൻ മുറിച്ച് വെക്കട്ടെ. നമ്മുടെ പുട്ട് ആവി വന്നു. ആവി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ചാവി ഇതിൽ കൂടെയൊക്കെ പോകും. കുക്കർ വിസിലെടുക്കുന്നുണ്ട്. കുക്കർ ഓഫ് ചെയ്യുകയാണ്. ഇതാണ് പുട്ടിൻ്റെ ആവി പോകുന്ന പൊക്കാണ് കാണുന്നത്. കാണുന്നില്ല, ഒരു പുക പോലെ ഇങ്ങനെ ശക്തിയിൽ പോകുന്ന ഇതിൽ കൂടി ഇങ്ങനെ ആവി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അങ്ങനെ പുട്ടിന് ആവി വന്നു. കുറച്ച് നേരം കൂടി ഇത് സിമ്മാക്കി വെച്ചിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. പച്ചക്കറി വെന്തിട്ടുണ്ട്. കുക്കർ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് സ്ഥിതി. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പം നമ്മൾ തേങ്ങയും ജീരകവും കൂടി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ടത് നന്നായിട്ട് തിളക്കണം. പച്ചമണമൊക്കെ പോകണം ജീരകത്തിൻ്റെ. തിളച്ച് വരുമ്പം കുറച്ച് പിന്നെ എന്താണ് ചിക്കൻ മസാല ഒരു മണത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മൾ ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താണ്. ഒരു ചിക്കൻ മണം പോലെ ഒരു കറിക്കൊരു നല്ല മണത്തിന് വേണ്ടി നമ്മൾ ലേശം ചിക്കൻ മസാലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം അത് കാണാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചതിന് ശേഷം, തേങ്ങയും ജീരകവും അരച്ച് കലക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം ചിക്കൻ മസാല കുറച്ചിടുന്നുള്ളൂ, ഒരു മണത്തിന് മാത്രം ചിക്കൻ മസാല ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളിതിനകത്തേക്ക് കറിവേപ്പില, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രഷ് കറിവേപ്പിലാണ്, നല്ല മണമാണ്. കറിവേപ്പില തണ്ടോടുകൂടി ഇട്ട് വെച്ചിട്ട് ഇതിന് നല്ലോണം തിളയ്ക്കുമ്പം ഓഫാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇവിടെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്തും ഉള്ളിയും. ഇത് രണ്ടും ഇതിനകത്തേക്ക് വറവിട്ട് കൊടുക്കണം. അതുകൂടി കഴിഞ്ഞാൽ കടലക്കറി റെഡിയായി. നമ്മുടെ പുട്ട് ഇവിടെ ആവി വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതിനെ നമുക്ക് കുത്തിയിടാം. നമ്മൾ വാങ്ങുകയാണ്. പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട്. പുട്ട് എടുത്തു വാങ്ങി. എന്നിട്ട് പിടിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. മൂടി തുറന്നു. കാസറോളിലേക്ക് ഇങ്ങനെ കുത്തിയിടുകയാണ്. അപ്പോൾ നമ്മൾ വറവിടേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, വെളിച്ചെണ്ണ. അതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇടുകയാണ്. തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയതിന് ശേഷമാണ് ഉള്ളി ഇടുക. തേങ്ങാക്കൊത്തിട്ടു. അത് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഈ തേങ്ങാക്കൊത്താണ് ഈ കടലക്കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതിലേക്ക് ഇടുകയാണ്. ഇതിങ്ങനെ കോരിട്ടിടുന്നത് ആ എണ്ണയിൽ തന്നെയാണ്, അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഉള്ളി വറവിടുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ
ഈ തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഉള്ളി അതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഈ ഉള്ളിയും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വറവാക്കിയിട്ട് ഈ ഉള്ളിക്കും ഇതിനൊക്കെ ഒരു നല്ല മണമാണ് വെളിച്ചെണ്ണയിൽ വറവിടുമ്പോഴേ. ഇത് വറവായി തരട്ടെ, കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളി. ഇനി ഇതിനോടുകൂടി ഇട്ട് അങ്ങനെ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കടലക്കറിയുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഒരു ട്രിപ്പായിട്ടുണ്ട്, നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ഇനി അടുത്ത ട്രിപ്പുകളൊക്കെ ആവട്ടെ. ഇത് അടുത്ത ട്രിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും. പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് കുറേ ട്രിപ്പ് വേണ്ടി വരണം. കടലക്കറി ആയിട്ടുണ്ട്, നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടട്ടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഒരു കുറ്റി ആയിട്ടുള്ളൂ, അടുത്ത കുറ്റി അടുപ്പത്താണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഒരു പുട്ട് എടുത്ത് അങ്ങനെ പ്ലേറ്റിലോട്ട് വെച്ചു. നമ്മളുടെ കടലക്കറി എല്ലാവരും കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു വലിയ ചെമ്പ് നിറച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇവിടെ എല്ലാവരും നന്നായിട്ട് കറി കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതിൻ്റെ തലയിൽ കൂടി ഇങ്ങനെ ഒഴിക്കാം, അല്ലെങ്കിൽ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ.